ഡിയർ ഫ്രണ്ട്സ്, ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിൻ്റെ 21-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ മുടക്കം വരാതെ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും എഴുതുകയും ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് മികച്ചതായിരിക്കും. ഇന്ന് റാൻഡം ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് റാൻഡം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഉദാഹരണത്തിന്, നമ്മൾ അടുക്കളയിൽ കയറുമ്പോഴാണെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് മിക്സിക്ക് നന്ദി പറയാം. പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ പൈപ്പിന് നന്ദി പറയാം. അങ്ങനെ ആ നിമിഷം നമുക്ക് എന്തിന് നന്ദി പറയാനാണോ തോന്നുന്നത് അതിനെല്ലാം നന്ദി പറയുക. ഇത് 21 ദിവസം കൊണ്ട് നിർത്തേണ്ട കാര്യമല്ല. ഈ നന്ദി പറച്ചിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അപ്പോൾ നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടേതായ കർമ്മങ്ങൾ എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുക. പോസിറ്റീവ് ആളുകളുമായിട്ടാണോ നമ്മൾ കൂട്ടുകൂടുന്നതെന്ന് ചെക്ക് ചെയ്യുക. സെൽഫ് കെയർ കൊടുക്കുക. അതായത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് തിങ്കിങ്, എക്സസൈസ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. സമൃദ്ധിയിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ചുറ്റുമെല്ലാം ഉണ്ട്, എല്ലാം എന്നിലേക്ക് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ക്ഷമയോടുകൂടി വിശ്വാസത്തോടുകൂടി ഇരിക്കുക. അനാവശ്യമായ ബലംപിടുത്തമൊക്കെ ഒഴിവാക്കുക. മറ്റുള്ളവരോടുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വെക്കാതിരിക്കുക. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, രാവിലെ മുതൽ വൈകിട്ട് വരെയും സംഭവിക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. ഇനി അഥവാ നേരിട്ട് താങ്ക്സ് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ പറയുക. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ വരും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ആകുക തന്നെ ചെയ്യും. നമ്മൾ വിശ്വസിക്കുക. സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നല്ലതിനെന്ന് ചിന്തിക്കുക. നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ അന്ന് നെഗറ്റീവായിട്ട് നമുക്ക് സംഭവിച്ച പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും. അന്ന് അങ്ങനെ സംഭവിച്ചാൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പം നമുക്ക് വരേണ്ടതാണ് വരുന്നത്. എല്ലാം നല്ലതിനെന്ന് ചിന്തിച്ചാൽ എല്ലാം നന്നായിട്ട് തന്നെ വരും. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.